നിങ്ങൾ ചുവഞ്ഞെടുക്കത്തില്ലേ ഞാനത് പറഞ്ഞാൽ? അത് വേണ്ട, അത് വേണ്ട, അത് പറയണ്ട. അത് ഇന്ത്യയുടെ വിദേശകാര്യ നയവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നമ്മൾ അങ്ങനെ നിങ്ങൾ ഇങ്ങനെ വെച്ച് കളിക്കാനുള്ള സാധനം അല്ല അത് കേട്ടോ. കേന്ദ്ര ഗവൺമെന്റ് പറയുകയാണ്, നമ്മുടെ ഗവൺമെന്റ്, ഇന്ത്യ ഗവൺമെന്റിന്റെ വിദേശ നയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊണ്ടാണ് ഇന്ന സിനിമകൾക്ക് ഞങ്ങൾ അനുമതി തരുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണ് അതിന് ഉത്തരം പറയുക? എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ അതിനെ എതിർക്കേണ്ടത്? ആ എതിർക്കുന്നത് നിങ്ങൾ ഇന്ത്യക്കാരനാണോ? ആണോ? അങ്ങനെയാണോ നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും കൾച്ചറലി ഇവോൾവ് ആയ ഒരു സ്റ്റേറ്റ് അല്ലേ, അവിടുത്തെ ആളുകളല്ലേ, ഏറ്റവും അധികം ലിറ്ററസി ഉള്ള ആളുകളല്ലേ. നമ്മൾ അങ്ങനെയാണോ ബിഹേവ് ചെയ്യേണ്ടത്? അങ്ങനെയാണെങ്കിൽ കേരള സർക്കാരിന്റെ നിലപാടുകൾ പൊള്ളത്തരമായിരുന്നു എന്നുള്ള തിരിച്ചൊരു ചോദ്യം കൂടി. അങ്ങനെയല്ല, അതെങ്ങനെയാണ് പൊള്ളത്തരമാകുക? അത് ഒരു പൊളിറ്റിക്കൽ ഡിസിഷനാണ്. ഡോണ്ട് മിക്സ് അപ്പ് പൊളിറ്റിക്സ് ആൻഡ് administrative aspect of a government. We are Indians first, then comes everything. I did not object to government of MEA's decision of not giving exemption to 6 or 7 filmmakers, right? 6 filmmakers came from different countries. I don't want to name the country. I did not object. We can't object. And we should not object. ചില ഫിലിം മേക്കേഴ്സിന്റെ പെർമിഷൻ ഗവൺമെന്റ് കൊടുക്കാന്ന് പറഞ്ഞല്ലോ. അവർ പേര് പറയേണ്ടത് ഏത് കൺട്രീസിലുള്ള ഫിലിം മേക്കേഴ്സാണ് ഗവൺമെന്റ് പെർമിഷൻ കൊടുക്കാൻ? നിങ്ങൾ ചുവഞ്ഞെടുക്കത്തില്ലേ ഞാനത് പറഞ്ഞാൽ? അത് വേണ്ട, അത് വേണ്ട, അത് പറയണ്ട. അത് ഇന്ത്യയുടെ വിദേശകാര്യ നയവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നമ്മൾ അങ്ങനെ നിങ്ങൾ ഇങ്ങനെ വെച്ച് കളിക്കാനുള്ള സാധനം അല്ല അത് കേട്ടോ. ഇന്ത്യയുടെ ഡിപ്ലോമാറ്റിക് റിലേഷൻസുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് ആയിരുന്നോ? അതുകൊണ്ടാണല്ലോ MEA പറഞ്ഞത് ഇന്ന കൺട്രിയിൽ നിന്ന് വരുന്ന ആളുകൾക്ക് നമുക്ക് ക്ലിയറൻസ് കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നമ്മൾ അതിന് അഗൻസ്റ്റ് ആയിട്ട് പോകണമോ? ഒന്നുമില്ല. ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ കംപ്ലീറ്റ് ടൈം ലൈൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞല്ലോ. അതിൽ നിങ്ങൾ പറയൂ എന്ത് പ്രൊസീജിയർ ലാപ്സാണ് ഉണ്ടായിട്ടുള്ളത്. എനിക്ക് ഒരു ലിസ്റ്റ് ഓഫ് ഇന്ന ഫിലിം മേക്കേഴ്സ് വരുന്നില്ല. ഇപ്പോൾ ഇന്ന കൺട്രിയിൽ നിന്നുള്ള ഫിലിം മേക്കേഴ്സിന് വിസ കൊടുക്കുന്നില്ല. ഞാൻ അവരുടെ സിനിമ ക്യൂറേറ്റ് ചെയ്ത് വെച്ചിട്ട് ആ സിനിമകൾ ഇവിടെ കാണിക്കാതിരിക്കാൻ അവസ്ഥ വന്നാൽ ഞങ്ങൾ എന്താ ചെയ്യുക? ആ ഫിലിം മേക്കേഴ്സ് ഇവിടെ ഇല്ലാത്ത അവസ്ഥ വന്നാൽ എന്താ ചെയ്യുക? നമുക്കൊരു ഓർഗനൈസേഷൻ അങ്ങനെ ചെയ്യാൻ പറ്റില്ല മോനെ. ഞാൻ പറയുന്നത് 6 സിനിമകളാണ് നമുക്ക് കാണിക്കാൻ പറ്റാതായി പോകുന്നത്. ഞാൻ കേരള ചലച്ചിത്ര അക്കാദമി 6 സിനിമകൾ കാണിക്കുന്നില്ല. അതിന്റെ കാരണം ഞാൻ പറഞ്ഞു. ആ കാരണം ഇന്നതാണ്. നിങ്ങൾ പറയുന്നത് ഇന്ത്യയുടെ വിദേശകാര്യ നയത്തിനെ മറികടന്ന് നമ്മളോട് സിനിമ കാണണമെന്നാണോ പറയുന്നത്? അതാണോ നമ്മളുടെ കൾച്ചറൽ എന്തൂസിയാസം? അങ്ങനെയാണോ നമ്മൾ ചെയ്യേണ്ടത്? അല്ല. ആ സിനിമകൾ കാണാൻ നമുക്ക് മറ്റവസരങ്ങൾ ഉണ്ടാകുമല്ലോ. ആ സിനിമകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം. ആ സിനിമകൾ നമുക്ക് കാണാം. പക്ഷെ ഒരു ഗവൺമെന്റ് നമ്മളോട് പറയുമ്പോൾ ഒരു ഗവൺമെന്റ് മറ്റൊരു ഗവൺമെന്റ് ബോഡിയോട് പറയുകയാണ് ഇന്ന കാരണങ്ങൾ കൊണ്ട് ഈ സിനിമകൾ കാണിക്കാൻ പറ്റില്ല. വി ആർ ലിവിംഗ് ഇൻ എ ഡെമോക്രസി. വി ഹാവ് ഇലക്ടഡ് എ ഗവൺമെന്റ്. വാട്ട് എവർ ഈസ് ദെയർ പൊളിറ്റിക്കൽ ചോയ്സ്, we have to accept. സ്കെഡ്യൂൾ ഇട്ടതിന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. അതിന് ആ സ്കെഡ്യൂൾ ചെയ്യുന്നതിനുള്ള കാരണങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. സിനിമയുള്ള പുസ്തകം ഉണ്ടാക്കണ്ടേ മോനെ? ഇന്ന ആളുകൾ വന്നെങ്കിലല്ലേ ഇന്ന സിനിമകൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ആ പുസ്തകം നമ്മൾ അച്ചടിച്ചു കഴിഞ്ഞു, ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞു, അതിനുശേഷമാണല്ലോ നമുക്ക് ക്ലിയറൻസ് കിട്ടാതെ വരുന്നത്. അതുകൊണ്ടുണ്ടായ പ്രശ്നങ്ങളാണ്. ഒരു 4 സിനിമ നമുക്ക് കാണാൻ പറ്റിയില്ല. നമ്മുടെ രാജ്യത്തിന് വേണ്ടി വിട്ടുകളയും. ഈ PT കുഞ്ഞുമുഹമ്മദിനെതിരായിട്ടുള്ള പരാതി അതിനകത്ത് നടപടിയെടുക്കുന്നതിൽ വൈകി എന്നുള്ള ആരോപണം പ്രതിപക്ഷം ഒരു യാതൊരു പാഴ്ചയും അതിലുണ്ടായിട്ടില്ല. ഒരു നിമിഷം പോലും ആ നിയമ നടപടികൾ വൈകിട്ടില്ല. സത്വര നടപടികൾ എടുത്തിട്ടുണ്ട്. ആരാണ് ചോദ്യം ചോദിച്ചത്? ചലച്ചിത്ര അക്കാദമി അവൾക്കൊപ്പമാണോ അത് കുഞ്ഞുമുഹമ്മദിനൊപ്പമാണോ എന്നുള്ളത് എന്തൊരു ചോദ്യമാണ് ഇഷ്ടം നിങ്ങൾ ചോദിക്കുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾ ചോദിക്കുന്നത്? ഈ കേരളം മുഴുവൻ ആരുടെ കൂടെ ആയിരുന്നു? 12 ദിവസം. ഒരു നിമിഷം ഞാൻ തിരിച്ചു വെക്കട്ടെ. ഈ കേരളം മുഴുവൻ ആരുടെ കൂടെ ആയിരുന്നു? അവൾക്കൊപ്പമായിരുന്നില്ലേ? കേരള ചലച്ചിത്ര അക്കാദമി എന്നല്ല, കേരളത്തിലെ മുഴുവൻ ജനതയും കേരളത്തിലെ ചലച്ചിത്ര പ്രവർത്തകരും സിനിമാ പ്രേമികളും അവൾക്കൊപ്പമാണ്. നിസ്സംശയം പറയാം, 100 വട്ടം പറയാം, അവൾക്കൊപ്പമാണ്. We are with the survivors, and we will be, and we will take extreme action, and we have already taken. Please understand, we have already taken. It was not a complaint, it was appraising us. I don't want to go into the details of it, but we took it as a complaint, and we have done whatever is required to be done. Law has taken its course, and it will continue. Sir, same incident what measures have you taken to ensure accountability and a safe working environment? Now, please don't look at this issue as
an issue only for film industry. Every industry in the country is facing, working women's environment, sexual harassment is a big problem in every industry across the spectrum. So when a government make a policy, government cannot only look at film industry as a sample sector. It has to look at everybody. So we are in the process, when there are people from all the stakeholders involved in creating the policies and the execution of the policy. I myself, immediately after this incident, I myself has written to the Chief Minister and given my point of notes, 7 or 8 points that we should immediately do. The Academy has taken and immediately sent a notice. I referred the case to the IC and IC has taken it down, and immediately I sent the Vice Chairman, who happened to be the IC, the chair of the IC, to the supervisor's house, and we went, we met, we talked, and I have been constantly in touch with the person. Everything that needs to be done, it's been done. I have forwarded my note to the government, and I am supposed to take it up immediately after the festival and gets over, because we thrown into bigger trouble as the festival started. So please ദോഷകൃത്തുക്കളാകരുത്. ഇത് നമ്മുടെ എല്ലാ സഹോദരിമാരും അമ്മമാരും പെങ്ങന്മാരും ഒരു ജോബ് ചെയ്യുന്ന സ്ഥലത്ത് നേരിടുന്ന കാര്യങ്ങളാണ്. നമുക്ക് കൂട്ടായ്മയോടെ കൂടെ നിന്നതിന്റെ പരിഹരിക്കും. Make it clear that when I ask a person, I'm giving an opportunity to clear your part. I am like you. How can you? Why are you looking at me as somebody else? No. Someone else. I am as inflicted as you. I am in the same position, and I have taken in my official responsibility. I have done everything at once, immediately. Called the person, spoken with her at length, did everything. Chief Minister has immediately taken the note, even though it was a holiday, he has immediately taken the note. Everything has done. Law is taking its course. Executive is taking the time. It's moving forward. Please be rest assured, we will have a policy, a film policy. Remember, the entire Me Too movement in the whole world, Kerala is the only place, only industry that has taken a judicial position, put up an inquiry, put up a judicial system to fact find and give us, ask the judiciary to give us pointers so that how can we rectify it, and based on which we had a film policy meeting, and based on which we are deriving policies. Which government in the world has done it? ഹോളിവുഡിൽ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടായല്ലോ, കാലിഫോർണിയൻ ഗവർണർ എന്തെങ്കിലും ചെയ്തോ? UK ഉണ്ടായല്ലോ ഇത്രയും വലിയ പ്രശ്നം, എന്തെങ്കിലും ചെയ്തോ അവര്? ഫ്രാൻസിൽ ഉണ്ടായല്ലോ, ഗവൺമെന്റ് ഓഫ് ഫ്രാൻസ്, the culturally overrated government in the whole world, the French people. Cinema is born there, literature is born there, philosophy is born there. What is that they have done? Kerala has done it. അത് കുറച്ച് കാണിക്കരുത് കേട്ടോ. We should be proud of what we are doing. IMFK സ്ഥിരമായിട്ട് വരുന്ന ആളുകളുടെ ഒരു പൊതുഅഭിപ്രായത്തിൽ ഈ വട്ടം ജനപങ്കാളിത്തത്തിന് ഒരു കുറവുണ്ട്, വൈബ് കുറവുണ്ട് എന്നുള്ളൊരു അഭിപ്രായമാണ്. ഒരു വൈബ് ഉണ്ടായില്ല അല്ലേ? അത് വൈബിനുള്ള കാരണം ഇത്തവണ PWD നമ്മുടെ അടുത്ത് പറഞ്ഞ് സ്റ്റോളുകളൊന്നും ഇടാൻ പാടില്ല എന്ന് പറഞ്ഞു. റോഡ് വർക്കുകൾ നടക്കുന്നതുകൊണ്ട് സ്റ്റോൾ നടത്താനുള്ള പെർമിഷൻ നമുക്ക് തന്നിട്ടില്ല. പറയുമ്പോൾ എല്ലാം പറയണം. അതുകൊണ്ട് തൃശ്ശൂർ പൂരത്തിൻ്റെ വൈബ് കുറയോ ഇഷ്ട? 2 സ്റ്റോൾ ഇല്ലാന്ന് പറഞ്ഞിട്ട് വൈബൊക്കെ ഉണ്ട്, അതെല്ലാം നമ്മുടെ മനസ്സിലാണ്. അത് അടുത്ത തവണ PWD ആയിട്ട് സംസാരിച്ചിട്ട് റോഡ് വർക്ക് നടക്കുന്നതുകൊണ്ട് നമുക്ക് സ്റ്റോൾ ഇടാനുള്ള പെർമിഷൻ കിട്ടിയില്ല, അത് അടുത്ത തവണ നമ്മൾ പരിഹരിക്കും.